ഇടുക്കിയുടെ മലനിരകളിൽ രാത്രി വൈകിയും പുലർച്ചെയും ഫെബ്രുവരി മാസത്തിൽ തണുപ്പ് കടുക്കുന്നുണ്ട്. എന്നാൽ പകൽ തെളിഞ്ഞാൽ വേനൽച്ചൂടിന്റെ കാഠിന്യം മുൻകാലങ്ങളിലും എത്രയോ അധികമാണ്. ഭക്ഷണവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവാകുന്നു. കാടുകളിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ വരുന്നതോടെയാണ് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. മൂന്നാർ, ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിക്കുന്നു. ചിന്നക്കനാൽ 301 കോളനിയിൽ കഴിഞ്ഞ ദിവസം 2 വീടുകളാണ് ഇവ തകർത്തത്. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ദേശീയപാതയിൽ കുത്തിമറിച്ച സംഭവവും നമ്മൾ കണ്ടു. വനം വകുപ്പ് ആനകളെ കാടുകളിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാട് കയറാൻ ഇവ മടിക്കുന്നു. 1 മാസക്കാലമായി പടയപ്പ ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുകയാണ്. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപോത്തും ജനവാസ മേഖലയിലേക്ക് എത്തിയത്. മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് കാട്ടുപോത്തെത്തിയത്. അതിരാവിലെ തോട്ടങ്ങളിലേക്ക് പോകേണ്ട തൊഴിലാളികളും യാത്ര ചെയ്ത വീടുകളിലേക്ക് വൈകിയെത്തേണ്ട വിദ്യാർത്ഥികളും ഭീതിയിലാണ്. വനംവകുപ്പ് സോളാർ ഫെൻസിംഗും സൈൻ ബോർഡുകളും കാട്ടാനകളെ തുരത്താൻ നൂതന സംവിധാനങ്ങളും ഒരുക്കുമെന്ന് ഇടവേളകളിൽ പറയുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്ക വിട്ടകലുന്നില്ല. ഒപ്പം ദിനംപ്രതി വനംവകുപ്പ് ഉറപ്പുകളിലും അവർ നിരാശരാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.